കണ്ടന്റ് ഈസ് എ കിങ്. നിങ്ങൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ആണോ? അങ്ങനെയെങ്കിൽ ട്രഡീഷണൽ ആഡ്സും ഡിജിറ്റൽ ആഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ട്രഡീഷണൽ ആഡ്സ് എന്ന് പറയുന്നത് ഒരു ഓൾഡ് മെത്തേഡിലുള്ള ആഡ് സ്കീം മാത്രമല്ല. അവിടെ ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് കൺവെൻഷനലായി പണ്ട് മുതലേ ശീലിച്ചിട്ടുള്ള ഒരു രീതിയാണ്. ഇത്തരം ആഡുകൾക്കൊന്നും ഇനിയുള്ള കാലഘട്ടത്തിൽ പ്രസക്തിയില്ല. ഇനി എങ്ങനെയുള്ള ആഡുകളാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴെല്ലാം ട്രോൾ ബേസ്ഡ് ആണ്. അതായത് ആഡ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു എന്റർടൈൻമെന്റ് ആ ആഡിലൂടെ കിട്ടണം. അങ്ങനെയുള്ള ആഡ്സ് മാത്രമാണ് ഇപ്പോൾ ആളുകൾക്ക് കാണാൻ താല്പര്യം. ഫോണിലായതുകൊണ്ട് തന്നെ ആഡ് സ്കിപ്പ് ചെയ്യാൻ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ആഡ് ഒരു കസ്റ്റമർ കാണണമെങ്കിൽ ആ ആഡിൽ എന്തെങ്കിലും അയാൾക്ക് എന്റർടൈൻ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാകണ്ടേ? എന്നെങ്കിൽ മാത്രമല്ലേ അയാൾ ആ ആഡ് കാണുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ട്രോൾസും അതുപോലെ എന്റർടൈൻമെന്റ് കണ്ടന്റുകളും ഉള്ള ആഡുകൾക്കാണ് പ്രധാനം. കണ്ടന്റ് ഈസ് എ കിങ്. കണ്ടന്റ് ഈസ് എ കിങ് എന്നുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അത്യാവശ്യം നോളജ് ഉള്ള ഒരു ആൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് അനുസരിച്ച് വേണം ആഡ്സ് ഡിസൈൻ ചെയ്യാൻ. ഏതെങ്കിലും രീതിയിലുള്ള ഒരു എന്റർടൈൻമെന്റോ എൻഗേജിങ്ങോ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ ആഡിൽ ഇല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ വരുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും ഏത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വരുന്ന ആഡുകളും സ്കിപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആഡ് സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ഉള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ആഡിൽ ഉണ്ടായിരിക്കണം.